ഭവന സന്ദർശനം ഇന്നിവിടെ നിന്ന് ആരംഭിക്കുകയാണല്ലോ. കർത്താവെ, ക്രിസ്തുമസിന്റെ സന്തോഷം, മത്സരത്തിന്റെ ആഹ്ലാദം ഞങ്ങൾക്ക് ധാരാളമായി പകരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക കാവൽ പിതാവായ സ്തേഫാന സഹോദരന്റെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹമായി കൊണ്ടാടുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പാർക്കുന്ന എല്ലാവരും വാർത്തകത്തിലെ അമ്മയ്ക്കായ സ്തോത്രം. മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ നീ വാഴ്ത്തണമേ. എന്റെ മക്കളെ ഏർപ്പെടുന്ന മേഖല ശോഭിക്കണമേ. വിശ്വസികളൊക്കെ അഭിവൃദ്ധിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഇടവയുടെ നേതൃത്വം വഹിച്ച് ഈ ഇടവകയെ നയിപ്പാൻ തക്കവണ്ണം ഈ കർത്താവിന്റെ ദാസിയെ മകളെ നിശ്ചിതയെ അവിടെ നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നല്ല നേതൃത്വത്തോടെ ഞങ്ങളുടെ ജനത്തെ നയിക്കുവാനുള്ള ശേഷം പ്രാപ്തി കൊടുക്കണമേ. സകലവിശുദ്ധന്മാരുടെയും ശുദ്ധികളുടെയും മധ്യസ്ഥയാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം വായിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ ഓർക്കുന്നു, ആശ്വസിപ്പിക്കണം. നാമത്തിൽ തന്നെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ ക്രിസ്മസിന്റെ രാവുകളിൽ നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ ഭവനങ്ങളും ബഹുമാനപ്പെട്ട ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും പെരുന്നാൾ കൺവീൻസിന്റെ ഇടവകങ്ങളുടെയും സാന്നിധ്യത്തിലും നേതൃത്വത്തിലും നമുക്ക് സന്ദർശിക്കുവാനും എല്ലാ ഭവനങ്ങളിലും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് കേക്ക് വിതരണം ചെയ്യുവാനും ഇടയാക്കിയതിൽ പ്രത്യേക സന്തോഷം ഇടവക വികാരി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും കൃത്യമായ സ്വീകരണവും വരവേൽപ്പും നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് പെരുന്നാളിന് ആവശ്യമായ സഹായങ്ങളും സംഭാവനകളും ഒക്കെ സ്വീകരിക്കുവാൻ ഇതുവഴി നമുക്ക് സാധിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ തന്റെ ദൃഷ്ടി വെച്ച് തന്റെ മക്കളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പുതുവത്സരത്തെ പുൽകുവാൻ തന്നോട് ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഈ നാളുകളിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നമുക്കും സ്വീകരിപ്പാൻ തക്കോണം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജനുവരി 7, 8, 9 തീയതികളിൽ നമ്മുടെ കാവൽ പിതാവായ സ്തെഫാനോസ് സഹദായുടെ ഓർമ്മ പെരുന്നാള് നമ്മൾ കൊണ്ടാടുകയാണല്ലോ. 7-ാം തീയതി പെരുന്നാൾ കൊടിയേറ്റി 8-ാം തീയതി വൈകിട്ട് സന്ധ്യാസ്കാരത്തോടും വചന ശുശ്രൂഷയോടും കൂടെ ആരംഭിച്ച് 9-ാം തീയതി കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തിമനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ മുഖ്യമായ കാർമ്മികത്വത്തിൽ വിശുദ്ധ പെരുന്നാൾ കുർബാനയും നേർച്ചവിളമ്പും ക്രമീകരിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായ എല്ലാ പ്രിയപ്പെട്ടവരും പുണ്യവാനായ സഹദായുടെ മധ്യസ്ഥ അഭയപ്പെട്ട് നേർച്ച കാഴ്ചകളോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി വന്ന് ഈ പെരുന്നാൾ ചടങ്ങുകൾ അനുഗ്രഹമാക്കാൻ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.